എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്? എക്സ്പ്ലെയിൻ യൂസിങ് ഓൾജിബ്ര. ബീജഗണിതം ഉപയോഗിച്ച് ഓൾജിബ്ര യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ചെയ്ത പ്രൊസീജിയറിനെ, ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് 1 ആയിരിക്കും എപ്പോഴും വരുന്നതെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം ഓൾജിബ്ര യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ നമ്പേഴ്സിനൊക്കെ എക്സിന്റെ ഫോമിലേക്ക് മാറ്റണം. എക്സ് എന്ന് പറയുന്ന നമ്പറിന്റെ ഫോമിലേക്ക് മാറ്റണം. ഓക്കെ, അപ്പൊ എക്സിന്റെ ഫോമിലേക്ക് മാറ്റുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കലണ്ടർ മാത്തിലൊക്കെ ചെയ്തപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമായിരുന്നു അല്ലേ? എക്സിന്റെ ഫോമിലേക്ക് മാറ്റാനായിട്ട് നല്ല എളുപ്പമായിരുന്നു. പക്ഷേ ഈ കേസിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാണെന്ന് പറയാം. ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് റോ എടുക്കുവാണെങ്കിൽ 1 വെച്ചാണ് റൈറ്റിലേക്ക് ആഡ് ചെയ്ത് പോയിരിക്കുന്നത് അല്ലെ? 1 2 3 അല്ലെ? 1നോടൊപ്പം 1 ആഡ് ചെയ്തു 2 കിട്ടി, 2നോടൊപ്പം 1 ആഡ് ചെയ്തു 3 കിട്ടി. അങ്ങനെ 1 ആഡ് ചെയ്താണ് ഫസ്റ്റ് റോയില് പോയിരിക്കുന്നത് റൈറ്റിലേക്ക്. ഓക്കെ, ഇനി സെക്കൻഡ് റോ എന്ന് എടുത്ത് നോക്കിക്കേ. സെക്കൻഡ് റോയിൽ എന്താ പ്രത്യേകത? അവിടെ 2 വെച്ച് ആഡ് ചെയ്താണ് റൈറ്റിലേക്ക് പോയിരിക്കുന്നത് അല്ലെ? 2 + 2 ചെയ്യുമ്പോൾ 4 കിട്ടും, 4 + 2 ചെയ്യുമ്പോൾ 6 കിട്ടും, 6 + 2 ചെയ്യുമ്പോൾ 8 കിട്ടും. അങ്ങനെ 2 വെച്ചാണ് നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് പോയിരിക്കുന്നത്. ഇനി തേർഡ് റോ എടുത്തു കഴിഞ്ഞാലോ എന്താ സംഭവം? ഇവിടെ 3 വെച്ച് ആഡ് ചെയ്താണ് റൈറ്റിലേക്ക് പോയിരിക്കുന്നത്. അപ്പോ ഒരേപോലെയല്ല ഒരിടത്തും വന്നിരിക്കുന്നത് അല്ലെ? ആദ്യത്തേല് നമ്മൾ 1 ആയിരുന്നു ആഡ് ചെയ്തത്, രണ്ടാമത്തേല് നമ്മൾ 2 ആണ് ആഡ് ചെയ്തത്, മൂന്നാമത്തെ കേസിൽ വന്നപ്പോൾ 3 ആണ് ആഡ് ചെയ്ത് പോയത്. അപ്പൊ ഒരേ ഒരു നമ്പർ അല്ല നമ്മൾ ഇവിടെയൊക്കെ ആഡ് ചെയ്ത് പോയിരിക്കുന്നത്. അതുപോലെ താഴേക്ക് നോക്കുവാണെങ്കിൽ ഈ ഫസ്റ്റ് കോളം എടുക്കുവാണെങ്കിൽ ഇവിടെ എത്രയാണ്? 1 വെച്ചാണ് ആഡ് ചെയ്ത് പോയിരിക്കുന്നത്. സെക്കൻഡ് കോളം നോക്കുവാണെങ്കിൽ അവിടെ 2 വെച്ചാണ് ആഡ് ചെയ്ത് പോയിരിക്കുന്നത്. അപ്പൊ അവിടെയും ഒരേപോലെയല്ല അഡീഷൻ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ എക്സിന്റെ ഫോമിലേക്ക് ഇതിനെ മാറ്റാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് മിസ് ഈ 2 റോകൾ മാത്രം എടുക്കുകയാണ്. 2ന്റെ മൾട്ടിപ്പിൾസ് വരുന്ന റോയും 3യുടെ മൾട്ടിപ്പിൾസ് വരുന്ന റോയും. ഓക്കെ, ആ 2 റോ മാത്രം കൺസിഡർ ചെയ്യുക. നമ്മൾ എടുക്കുന്നത് ആദ്യം 2ന്റെ റോയാണ്. അപ്പൊ 2 4 6 8 ഇങ്ങനെ എക്സെട്ര അല്ലെ? ഇങ്ങനെയാണ് നമ്മുടെ 2ന്റെ മൾട്ടിപ്പിൾസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇനി അടുത്തത് നമ്മൾ 3യുടെ മൾട്ടിപ്പിൾസ് ആണ് എടുക്കുന്നത്. അപ്പൊ 3 6 9 12 എക്സെട്ര. ഓക്കെ, ഇങ്ങനെയാണ് 3യുടെ മൾട്ടിപ്പിൾസ് പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ നോക്കിക്കേ, 2വിനെ നമ്മൾ ഈ 2 4 6 8 എന്ന് പറയുന്നതിനെ 2ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് എഴുതാൻ പോവാണ്. 2വിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 1 എന്ന് എഴുതാം അല്ലെ? അതുപോലെ 4നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 2 എന്ന് എഴുതാം അല്ലെ? 2 × 2 ആണ് 4 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് 4നെ 2 × 2 എന്ന് എഴുതാനായിട്ട് പറ്റും. അതുപോലെ 6 എടുക്കുവാണെങ്കിൽ അതിനെ നമുക്ക് 2 × 3 എന്ന് എഴുതാം. 8നെ 2 × 4 എന്ന് എഴുതാം അല്ലെ? ഇങ്ങനെയാണ് ഈ 2ന്റെ മൾട്ടിപ്പിൾസ് പോയിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് 3നെയും എഴുതാനായിട്ട് പറ്റും അല്ലെ? അപ്പൊ 3നെ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ 3 × 1 ആണ് 3 എന്ന് പറയുന്നത്, 3 × 2 ആണ് 6 എന്ന് പറയുന്നത്, 3 × 3 ആണ് 9, 3 × 4 ആണ് 12. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് 3യുടെ മൾട്ടിപ്പിൾസ് പോയിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു റോ എടുക്കുകയാണ്. 2ന്റെ മൾട്ടിപ്പിൾസ് വന്നിരിക്കുന്ന ഈ ഫസ്റ്റ് റോ നമ്മൾ എടുക്കാം. അവിടെ 2 ആണ് കോമൺ ആയിട്ട് എല്ലായിടത്തും വന്നിരിക്കുന്ന ആളല്ലേ? 2 വന്നിട്ടുണ്ട്, 2 മാറണില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആ 2വിന് പകരം നമ്മൾ എടുക്കുന്ന ആളാണ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ 2വിന് പകരം മാറാത്ത ആൾക്ക് പകരം നമ്മൾ എടുക്കുന്ന വ്യക്തിയാണ് ആര്? നമ്മുടെ എക്സ് എന്ന് പറയുന്ന ആള്. ഓക്കെ, അപ്പൊ 2വിന് പകരം നമ്മൾ എന്തെടുത്തു? എക്സ് എന്ന് എടുത്തു. അപ്പൊ 2 × 1നെ നമുക്ക് എക്സ് × 1 എന്ന് എഴുതാം. ഈ 2 × 2വിനെ എക്സ് × 2 എന്ന് എഴുതാം. ഇവിടെ അതുപോലെ എക്സ് × 3, എക്സ് × 4 ഇങ്ങനെ നമുക്ക് എഴുതാം. ഓക്കെ, ഇനി ഈ 2വിന്റെ താഴെ വന്നിരിക്കുന്ന റോയില് ആരാണ് മാറാതെ നിൽക്കുന്നത്? 3 ആണ് മാറാതെ, ഒരു മാറ്റവും ഇല്ലാതെ നിൽക്കുന്ന ആള്. ഓക്കെ, ഈ 3 എന്ന് പറയുന്നത് എന്താണ്? 2വിനോട്
1 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആരെ കിട്ടുന്നത്? 3നെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സിന്റെ തൊട്ട് താഴെയുള്ള ആളെ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യുക? എക്സിനോട് 1 ആഡ് ചെയ്താൽ മതി അല്ലേ? 2വിനോട് 1 ആഡ് ചെയ്യുമ്പോഴാണ് 3 കിട്ടുന്നത്. 2വിന് പകരം നമ്മൾ എക്സിനെ എടുത്തു. അപ്പൊ എക്സിന്റെ തൊട്ട് താഴെയുള്ള ആളെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? എക്സിനോടും 1 ആഡ് ചെയ്യുക. അപ്പൊ തൊട്ട് താഴെ വരുന്ന 3ക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? എക്സ് പ്ലസ് 1 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ കിട്ടുന്നത്? എക്സ് പ്ലസ് 1 ഇൻറ്റു 1, എക്സ് പ്ലസ് 1 ഇൻറ്റു 2, ഇവിടെ എന്ത് വരും? എക്സ് പ്ലസ് 1 ഇൻറ്റു 3, എക്സ് പ്ലസ് 1 ഇൻറ്റു 4 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ കോളം നോക്കാം കേട്ടോ. ഈ ഓരോ കോളംസും നമ്മൾ കൺസിഡർ ചെയ്യുക. ഇതിൽ ഫസ്റ്റ് കോളത്തിൽ എക്സ് എന്ന് പറയുന്നത് ആരായിട്ട് മാറി? എക്സ് പ്ലസ് 1 ആയിട്ട് മാറി. ഇവിടെ 1ന് മാറ്റമില്ല. അപ്പൊ നമ്മൾ ഈ 1നെ y ആയിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ y ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് റോ എന്തായിട്ട് മാറും? എക്സ് ഇൻറ്റു വൈ, എക്സ് വൈ ആയിട്ട് മാറും. ഓക്കെ, ഇനി ഇവിടെ എന്താ സംഭവിക്കുന്നത്? എക്സ് പ്ലസ് 1 ഉണ്ട്. 1ന് പകരം നമ്മൾ എന്ത് കൊടുത്തു? y എന്ന് കൊടുത്തു. അപ്പോൾ എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ എന്ന് നമുക്ക് ഇതിനെ എഴുതാം. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെയും എക്സും എക്സ് പ്ലസ് 1ഉം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 2 ആണ് പിന്നീട് വന്നിരിക്കുന്ന ആള്. ഇവിടെ നോക്കുക, ആദ്യം നമുക്ക് ആരായിരുന്നു ഉണ്ടായിരുന്നത്? 1 ആയിരുന്നു. പിന്നീട് അത് 2 ആയിട്ട് മാറി. ഈ 2 എന്ന് പറയുന്നത് 3 ആയിട്ട് മാറി. 3 എന്ന് പറയുന്നത് 4 ആയിട്ടും മാറി. നമ്മളിവിടെ 1ന് പകരമാണ് y എടുത്തിരിക്കുന്നത്. ഓക്കെ, 1 പ്ലസ് 1 ചെയ്യുമ്പോഴാണ് നമുക്ക് 2 കിട്ടുന്നത് അല്ലേ? അപ്പൊ ഇവിടെ 1ന് പകരം y കൊടുക്കുമ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാം? 2വിനെ y പ്ലസ് 1 എന്ന് എഴുതാലോ അല്ലേ? അപ്പോൾ ഈ 2വിന് പകരം നമുക്ക് ആരെ കൊടുക്കാം? y പ്ലസ് 1 എന്ന് കൊടുക്കാം. എക്സ് ഇൻറ്റു വൈ പ്ലസ് 1, ഇവിടെ എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് 1, അങ്ങനെ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് കോളത്തിലേക്ക് പോകുമ്പോൾ 2 എന്ന് പറയുന്ന ആള് 3 ആയിട്ട് മാറി. ഓക്കെ, അതായത് 1 അവിടെ ആഡ് ചെയ്തു. അപ്പൊ ഇവിടെ y പ്ലസ് 1ന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ അത് എന്തായിട്ട് മാറും? y പ്ലസ് 2 ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ എക്സ് ഇൻറ്റു വൈ പ്ലസ് 2, എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് 2 എന്ന് നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഓൾജിബ്രിക്കലി എക്സ് വെച്ചിട്ട് എഴുതുന്നത്, നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിനെ നമ്മൾ എഴുതുന്നത്. ഓക്കെ, അപ്പം നമ്മൾക്ക് ഇത് കാണാതെ പഠിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രൊസീജിയേഴ്സ് ചെയ്ത് ലാസ്റ്റ് ഈ ഒരു സ്റ്റെപ്പിലേക്ക് എത്തിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ വേണ്ടത് എന്താണ്? 4 നമ്പേഴ്സ് വരുന്ന ഒരു സ്ക്വയർ ആണ് നമുക്ക് വേണ്ടത് അല്ലേ? 4 നമ്പേഴ്സ് ഉണ്ട്. ഈ 4 നമ്പേഴ്സ് വരുന്ന രീതിയിൽ ഒരു സ്ക്വയർ ആണ് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ നിന്നും എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിസ് ഇത് 4 നമ്പേഴ്സ് ആണല്ലേ? ഈ 4 നമ്പേഴ്സ് വരുന്ന ഒരു സ്ക്വയർ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ നിന്നും 4 നമ്പേഴ്സ് വരുന്ന ഒരു സ്ക്വയർ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് ഏത് ഫോമിലായിരിക്കും ഇരിക്കുന്നത്? ഈ ഒരു ഫോമിലായിരിക്കും അത് കിടക്കുന്നത്. അതായത് എക്സ് വൈ, എക്സ് ഇൻറ്റു വൈ പ്ലസ് 1, എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ, എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് 1. ഈ ഒരു ഫോമുലയിലായിരിക്കും എന്ത് കിടക്കുന്നത്? നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്ന 4 നമ്പേഴ്സിന്റെ സ്ക്വയർ കിടക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഇവിടെ താഴേക്ക് പോകും തോറും എക്സിന്റെ ടേമിലാണ് വ്യത്യാസം വരുന്നത് അല്ലേ? എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 1 ആയി അല്ലെ? ഇവിടെയും എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 1 ആയി. ഇനി അടുത്ത റോയിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും? എക്സ് പ്ലസ് 1 എന്ന് പറയുന്നത് എക്സ് പ്ലസ് 2 ആകും. അടുത്ത റോയിലേക്ക് പോകുമ്പോൾ എക്സ് പ്ലസ് 2 എന്ന് പറയുന്നത് എക്സ് പ്ലസ് 3 ആകും. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ഇവിടെ താഴേക്ക് പോകുന്തോറും എക്സിലാണ് വ്യത്യാസം വരുന്നത്. പക്ഷേ റൈറ്റ് സൈഡിലേക്ക് പോകുന്തോറും ആർക്കാ വ്യത്യാസം വന്നിരിക്കുന്നത്? നോക്കിക്കേ, വൈയിലാണ് വ്യത്യാസം വന്നിരിക്കുന്നത് അല്ലേ? വൈ എന്ന് പറയുന്നത് വൈ പ്ലസ് 1 ആയി. ഇവിടെയും വൈ എന്ന് പറയുന്നത് വൈ പ്ലസ് 1 ആയി. അടുത്തയിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എക്സ് ഇൻറ്റു വൈ പ്ലസ് 2 ആകും. പിന്നെ അടുത്ത റോയിലേക്ക്, അടുത്ത കോളത്തിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും? എക്സ് ഇൻറ്റു വൈ പ്ലസ് 3 ആയിട്ട് അത് മാറും. ഓക്കെ, ഇങ്ങനെ റൈറ്റിലേക്ക് പോകുന്തോറും വൈയിലാണ് വ്യത്യാസം വരുന്നത്, താഴേക്ക് പോകുന്തോറും എക്സിലുമാണ് വ്യത്യാസം വരുന്നത്. അപ്പം നമുക്ക് അതൊന്നും വേണ്ട. നമുക്ക് ഈ ഒരു 4 നമ്പേഴ്സ് വരുന്ന ഈ ഒരു സ്ക്വയർ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ,
നമുക്ക് കിട്ടിയിരിക്കുന്നത് xy plus 1 x plus 1y x plus 1 y plus 1. ഓക്കെ, അപ്പോൾ 4 നമ്പേഴ്സ് വരുന്ന സ്ക്വയർ നമുക്ക് കിട്ടി. ഇനി എന്താ നമ്മളോട് ചോദിച്ചിരുന്നത്? ഡയഗണൽസിന്റെ സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ഡയഗണൽസ്, അതായത് ഇവർ രണ്ടുപേരുടെയും സമ്മ് നമുക്ക് കണ്ടുപിടിക്കണം, അതുപോലെ ഇവർ രണ്ടുപേരുടെയും സമ്മ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ അതൊന്ന് നമുക്ക് ചെയ്യാം. നമുക്ക് ആദ്യം വേണ്ടത് ആരെയാണ്? എക്സ് വൈയും എക്സ് പ്ലസ് 1ഉം വൈ പ്ലസ് 1ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമുക്ക് വേണ്ടത് അല്ലേ. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ആദ്യം വേണ്ടത്. എക്സ് വൈനെയും എക്സ് പ്ലസ് 1 വൈ പ്ലസ് 1നെയും ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത് നോക്കിക്കേ. എക്സ് വൈനെ നമ്മൾ അതുപോലെ തന്നെ എഴുതി. ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം അല്ലെ. നമ്മൾ ആദ്യം പഠിച്ചായിരുന്നു എങ്ങനെയാണ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെന്ന്. എങ്ങനെയായിരുന്നു? ആദ്യം എക്സിനെ വൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? എക്സ് വൈ കിട്ടും. ഇനി എക്സിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? എക്സ് തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? 1നെ വൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്ത് വരും? വൈ എന്ന് നമുക്ക് കിട്ടും. ഇനി 1നെ എന്ത് ചെയ്യണം? വീണ്ടും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്ത് വരും? 1 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ടേംസ് വരുന്നത് അല്ലെ. ഇനി ഇവിടെ എക്സ് വൈ എന്ന് പറയുന്ന ടേം രണ്ടെണ്ണം ഉണ്ട് അല്ലെ. 2 പ്രാവശ്യം ഇവിടെ എക്സ് വൈ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് വൈ പ്ലസ് എക്സ് വൈ, അതിനെ നമുക്ക് 2xy എന്ന് എഴുതാം അല്ലെ. 2 പ്രാവശ്യമാണ് എക്സ് വൈ വന്നിരിക്കുന്നത്. സോ നമുക്ക് 2 into xy അല്ലെങ്കിൽ 2xy എന്ന് അതിനെ നമുക്ക് എഴുതാം. ഓക്കെ, ബാക്കി ആരാ ഉള്ളത്? എക്സ് ഉണ്ട്, വൈ ഉണ്ട്, 1 ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഡയഗണലിന്റെ സമ്മ് കണ്ടുപിടിക്കണം. അതായത് എക്സ് ഇൻറ്റു വൈ പ്ലസ് 1ഉം എക്സ് പ്ലസ് 1 ഇൻറ്റു വൈയും ഇവർ തമ്മിലുള്ള സമ്മാണ് നമുക്ക് വേണ്ടത്. ദിസ് ഇസ് ഈക്വൽ ടു, നമുക്ക് എന്ത് ചെയ്യാം? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ചെയ്യാം അല്ലെ. എക്സ് ഇൻറ്റു വൈ ചെയ്യുക, എക്സ് വൈ നമുക്ക് കിട്ടും, പ്ലസ് എക്സ് ഇൻറ്റു 1 ചെയ്യുക, അപ്പൊ എക്സ് എന്ന് കിട്ടും. ഓക്കെ, ഇനി എക്സ് ഇൻറ്റു വൈ ചെയ്യുക, വീണ്ടും എക്സ് വൈ എന്ന് കിട്ടും. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് ഇനി 1 ഇൻറ്റു വൈ ചെയ്യുക, അപ്പൊ നമുക്ക് വൈ എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ നോക്കുവാണെങ്കിലും എക്സ് വൈ എന്ന് പറയുന്ന ടേം 2 എണ്ണം വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അവർ രണ്ടുപേരും ഒരുമിച്ച് നമുക്ക് എന്ത് എഴുതാം? 2xy എന്ന് എഴുതാം, പ്ലസ് എക്സ് പ്ലസ് വൈ എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇത് രണ്ടുമാണ് നമുക്ക് സമ്മായിട്ട് കിട്ടിയിരിക്കുന്നത്. ആദ്യം നമുക്ക് കിട്ടിയത് എന്താണ്? 2xy പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് 1 ആണ്. രണ്ടാമത് നമുക്ക് കിട്ടിയത് എന്താണ്? 2xy പ്ലസ് എക്സ് പ്ലസ് വൈ ആണ്. പക്ഷെ ഇവിടെ നോക്കിക്കേ, 2xy പ്ലസ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് രണ്ടും എടുത്തുണ്ട് അല്ലേ. പക്ഷെ ഇവിടെ അധികമായിട്ട് ഒരാൾ വന്നിട്ടുണ്ടല്ലോ. ആരാണ്? 1 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവരെ തമ്മിൽ നമ്മൾ ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോൾ, വ്യത്യാസം കണ്ടുപിടിക്കുമ്പോൾ ആരായിരിക്കും വ്യത്യാസമായിട്ട് വരുന്നത്? 1 ആയിരിക്കും ഡിഫറൻസ് ആയിട്ട് വരുന്നത് അല്ലെ. നമുക്കൊന്ന് മൈനസ് ചെയ്ത് നോക്കാം. ആരാ ഉള്ളത്? 2xy പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് 1ഉം 2xy പ്ലസ് എക്സ് പ്ലസ് വൈയും മൈനസ് ചെയ്യണം അല്ലെ. ഇവർ തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ നോക്കുക, 2x പ്ലസ് എക്സ് പ്ലസ് വൈയിൽ നിന്നും 2x പ്ലസ് എക്സ് പ്ലസ് വൈനെ നമ്മൾ മൈനസ് ചെയ്തു അല്ലെ. അപ്പൊ ഈ ഒരു ടേമും ക്യാൻസൽ ആയിട്ട് പോകും. ബാക്കി ആരാ ഉണ്ടാവുന്നേ? 1 ആണ് ഉണ്ടാവുന്നത്. സോ ഡിഫറൻസ് എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയത് അല്ലെ. അപ്പൊ നമ്മൾ ഓൾജിബ്ര യൂസ് ചെയ്തുകൊണ്ട് ബീജഗണിത രീതി വെച്ചിട്ട് എന്ത് ചെയ്തു? ഇത് പ്രൂവ് ചെയ്തു. ഓക്കെ, അപ്പൊ ഡിഫറൻസ് എപ്പോഴും എന്തായിരിക്കും? 1 തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇൻ ദ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ മെയ്ഡ് ഏർലിയർ, ടേക്ക് എ സ്ക്വയർ ഓഫ് 9 numbers instead of 4 and mark the numbers at the 4 corners. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ നേരത്തെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കണ്ടായിരുന്നു അല്ലേ. അപ്പൊ നമ്മൾ എന്തായിരുന്നു അവിടെ ചെയ്തത്? മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ നിന്നും 4 നമ്പേഴ്സ് വരുന്ന സ്ക്വയറിനെയാണ് നമ്മൾ അവിടെ ചൂസ് ചെയ്തത് അല്ലേ. പക്ഷേ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 9 നമ്പേഴ്സ് വരുന്ന ഒരു സ്ക്വയറിനെ കൺസിഡർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ,
എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്, അതിന്റെ 4 കോർണറിൽ വരുന്ന നമ്പേഴ്സിനെയും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ഇവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ നിന്നും 9 നമ്പേഴ്സ് വരുന്ന ഒരു സ്ക്വയർ അവരെടുത്തിട്ടുണ്ട്. അതില് കോർണറിൽ വരുന്ന 4 നമ്പേഴ്സിനെയും റൗണ്ട് ചെയ്തും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓഫ് ഡയഗണൽ സംസ്? ഓക്കെ, ഡയഗണൽ സംസിന്റെ ഡിഫറൻസ് എന്താണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഡയഗണലിൽ വന്നിരിക്കുന്നത് ആരൊക്കെയാണ്? 6ഉം 20യുമാണ് ഒരു ഡയഗണലിൽ വന്നിരിക്കുന്ന ആൾക്കാർ. മറ്റേ ഡയഗണലിൽ വന്നിരിക്കുന്നത് 10ഉം 12ഉം ആണ് അല്ലേ. അപ്പൊ ഇവരുടെ സമ്മ് നമുക്ക് കണ്ടുപിടിക്കണം. എന്നിട്ട് അവരെ തമ്മിൽ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക, അവരുടെ ഡിഫറൻസ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ എന്ത് വരും നമുക്ക് നോക്കാം. 6ഉം 20യുമാണ് ഈ ഡയഗണലിൽ കിടക്കുന്നത് അല്ലേ. അപ്പൊ അവർ തമ്മിലുള്ള സം, അതായത് 6 + 20 നമുക്കറിയാം 26 ആണ്. ഓക്കെ, ഇനി അടുത്ത ഡയഗണലിൽ വന്നിരിക്കുന്ന ആരാണ്? 10ഉം 12ഉം ആണ്. ഓക്കെ, അവരെയും നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. 10 + 12 = 22 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി എന്താ വേണ്ടേ? നമ്മൾ ഡയഗണൽ സംസ് ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് വേണ്ടത്. വ്യത്യാസം എത്രയാണ്? ഓക്കെ, 26ൽ നിന്നും 22 മൈനസ് ചെയ്യുക അല്ലെ. ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് 26ൽ നിന്നും 22 മൈനസ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത് നോക്കിക്കേ. 26 - 22 എത്രയാണ്? 4 ആണ്. ഓക്കെ, അപ്പോ 9 നമ്പേഴ്സ് വരുന്ന ഒരു സ്ക്വയർ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ നിന്നും നമ്മൾ ചൂസ് ചെയ്തിട്ട് അവരുടെ ഡയഗണൽ സംസിന്റെ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ നമുക്ക് എത്രയായിരിക്കും കിട്ടുന്നത്? 4 ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇതൊരു എക്സാമ്പിൾ ആണ് മിസ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഏത് 9 നമ്പേഴ്സ് വരുന്ന സ്ക്വയർ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും 4 തന്നെ ആയിരിക്കും ഡിഫറൻസ് ആയിട്ട് വരാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് പാർട്ട് നോക്കാം. ഓക്കെ, എക്സ്പ്ലെയിൻ യൂസിങ് ഓൾജിബ്ര വൈ ദിസ് ഡിഫറൻസ് ഈസ് സെയിം ഫോർ ഓൾ സച്ച് സ്ക്വയേഴ്സ്. എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്കിപ്പോ ഡിഫറൻസ് എന്ന് പറയുന്നത് 4 ആണെന്ന് കിട്ടിയല്ലേ. അപ്പൊ ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ നിന്നും എത്ര 9 നമ്പേഴ്സ് വരുന്ന എത്ര സ്ക്വയേഴ്സ് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് 4 തന്നെ എപ്പോഴും വരത്തുള്ളൂ. ഓക്കെ, അപ്പൊ അതിനെ നമുക്ക് ഓൾജിബ്ര യൂസ് ചെയ്തുകൊണ്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, അപ്പൊ ഓൾജിബ്ര വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ടത് ആരെയാണ്? എക്സിനെ വേണം അല്ലെ. നമ്മളിപ്പോ എടുത്ത ഈ നമ്പേഴ്സിനെയൊക്കെ 9 നമ്പേഴ്സ് നമ്മൾ എടുത്തായിരുന്നു. ഈ നമ്പേഴ്സിനെ എക്സിന്റെ ഫോമിലേക്ക് നമുക്ക് മാറ്റണം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യമേ കണ്ടായിരുന്നു ഇതിനെ ഈ ഒരു ഫോമിലേക്ക് എഴുതാൻ പറ്റുമെന്ന് നമ്മൾ തൊട്ട് മുന്നേ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ പറഞ്ഞായിരുന്നു അല്ലെ. എങ്ങനെയാണ്? താഴേക്ക് വരുന്തോറും എക്സിന്റെ ടൈമിലാണ് വ്യത്യാസം വരുന്നത്. എക്സ് എന്ന് പറയുന്നത് x+1 ആവും, x+1 എന്ന് പറയുന്നത് x+2 ആവും. അങ്ങനെ 1 വെച്ച് ആഡ് ചെയ്ത് എക്സിന്റെ ടൈം പോകും താഴേക്ക് വരുന്തോറും. ഇനി റൈറ്റിലേക്ക് പോകുന്നതോറും എന്താ സംഭവിക്കുന്നത്? വൈയിലാണ് ചേഞ്ച് വരുന്നത്. y എന്ന് പറയുന്നത് y+1 ആവും, y+1 എന്ന് പറയുന്നത് y+2 ആകും. ഇനി അങ്ങോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നേ? അടുത്തത് എന്തായിരിക്കും വരുന്നത്? x × y+3 എന്നായിരിക്കും ഇവിടെ വരുന്നത് അല്ലെ. ഇനി ഇവിടെ വരുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നേ? x+1 × y+3 എന്നായിരിക്കും വരുന്നത് അല്ലെ. അപ്പൊ അതൊന്നും നമുക്ക് വേണ്ട, നമുക്ക് 9 നമ്പേഴ്സിന് മാത്രം മതി. സോ നമ്മൾ ഈ ഒരു സ്ക്വയർ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നേ? 4 കോർണേഴ്സിലും വരുന്ന നമ്പേഴ്സിനൊന്ന് മാർക്ക് ചെയ്ത് വെക്കണം അല്ലെ. അപ്പൊ 4 നമ്പേഴ്സിൽ വരുന്ന കോർണേഴ്സിനെ നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, ആരൊക്കെയാണ്? xy ഉണ്ട്, xy+1 y+2 ഉണ്ട്, x+2 × y ഉണ്ട്, x+2 × y+2 ഉണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നേ? ഡയഗണൽസിന്റെ സം എടുക്കും അല്ലെ. അതായത് ഡയഗണൽ നമ്പേഴ്സിന്റെ എന്ത് ചെയ്യും? സമ്മാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു ഡയഗണൽ ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അവിടെ വരുന്ന നമ്പേഴ്സ് ആരൊക്കെയാണ്? xyയും x+2 × y+2 ആണ്. അപ്പൊ ഇവര് തമ്മിലുള്ള സമ്മ് നമുക്ക് നോക്കണം. നോക്കുക, xy + x+2 × y+2.
ഓക്കെ, നോക്കാം. ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ എന്താ നമുക്ക് കിട്ടുന്നത്? എക്സ് വൈനെ നമുക്ക് അതുപോലെ തന്നെ എഴുതാം അല്ലെ. പ്ലസ് ഇവരെ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതണം. ഓക്കെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താ വരുന്നത് നോക്കിയേ, എക്സ് ഇൻറ്റു വൈ എക്സ് വൈ പ്ലസ് എക്സ് ഇൻറ്റു ടു ടു എക്സ്. ഇനി 2 ഇൻറ്റു വൈ 2y, ഇവിടെ ഒരു പ്ലസ് ഉണ്ട് കേട്ടോ, 2y. ഇനി 2 ഇൻറ്റു 2 എത്ര വരും? 4 വരും. ഓക്കെ, നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? എക്സ് വൈ പ്ലസ് എക്സ് വൈ പ്ലസ് 2x പ്ലസ് 2y പ്ലസ് 4 എന്നാണ് സം നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇവിടെ ഒരു എക്സ് വൈ ഇവിടെയും ഉണ്ട്, ഒരു എക്സ് വൈ ഇവിടെയുണ്ട്, 2 xy ഉണ്ട് അല്ലേ. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? 2 xy ഉണ്ടെന്ന് എഴുതാം അല്ലെ. 2xy എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, പ്ലസ് 2x പ്ലസ് 2y പ്ലസ് 4 അല്ലെ. ബാക്കിയുള്ളവരെ നമ്മൾ എടുത്തെഴുതി. ഓക്കെ, അപ്പോ ഈ ഡയഗണലിൽ വരുന്ന നമ്പേഴ്സിന്റെ സമ്മ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടേ? ഈ ഡയഗണലിൽ വരുന്ന നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കണം അല്ലെ. എക്സ് ഇൻറ്റു വൈ പ്ലസ് 2ഉം എക്സ് പ്ലസ് 2 ഇൻറ്റു വൈയും. ഓക്കെ, എക്സ് ഇൻറ്റു വൈ പ്ലസ് 2ഉം പിന്നെന്താണ് എക്സ് പ്ലസ് 2 ഇൻറ്റു വൈയും തമ്മിലുള്ള സമ്മാണ്, അവരുടെ സമ്മാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, എക്സ് പ്ലസ് 2 ഇൻറ്റു വൈ. ഓക്കെ, നമുക്കൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കിയേ, എക്സിനെ വൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എക്സ് വൈ പ്ലസ് എക്സ് ഇൻറ്റു 2 2x. ഓക്കെ, ഇനി ഇവിടെയും അതുപോലെ ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു വൈ എക്സ് വൈ 2 ഇൻറ്റു വൈ 2y. ഇവിടെയും 2xy ഉണ്ട് അല്ലേ. അപ്പൊ നമുക്ക് അതിനെങ്ങനെ എഴുതാം? 2xy എന്ന് എഴുതാമല്ലോ അല്ലേ. എക്സ് വൈ പ്ലസ് എക്സ് വൈനെ 2xy എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി ഒരു 2x ഇവിടെയുണ്ട്, 2yയും ഇവിടെയുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ഡയഗണൽ സംസ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത് അല്ലേ. 2 ഡയഗണൽ സംസ് ആണ് നമുക്ക് കിട്ടിയത്. ഒന്ന് നമുക്ക് കിട്ടിയത് എന്താണ്? 2xy പ്ലസ് 2x പ്ലസ് 2y പ്ലസ് 4 എന്ന് നമുക്ക് കിട്ടി. രണ്ടാമത്തെ നമുക്ക് എന്താ കിട്ടിയത്? 2xy പ്ലസ് 2x പ്ലസ് 2y എന്ന് കിട്ടി അല്ലേ. അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്കിനി ഇവര് തമ്മിലുള്ള ഡിഫറൻസ് ആണ് വേണ്ടത്. അതായത് 2xy പ്ലസ് 2x പ്ലസ് 2y പ്ലസ് 4ൽ നിന്നും എന്തിനെ കളയണം? 2xy പ്ലസ് 2x പ്ലസ് 2yനെ കളയണം. അതായത് ഈ ഒരു ടേമിൽ നിന്നും ഇത്രയും പോർഷൻ ആണ് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയേണ്ടത് അല്ലെ. നമുക്ക് കളയേണ്ടത് ഇത്രയും പോർഷനെയാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഇത്രയും പോർഷനെ മൈനസ് ചെയ്ത് കളഞ്ഞാല് ബാക്കി ആരാ ഉള്ളത്? ഇവിടെ 4 ആണ് ഉള്ളത്. സോ ഇവര് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആരെയായിരിക്കും? 4 ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അല്ലെ. അപ്പൊ ഡിഫറൻസ് എന്ന് പറയുന്നത് 4 ആണ് എന്ന് നമുക്ക് ഓൾജിബ്രിക്കലി നമ്മൾ പ്രൂവ് ചെയ്തു. നമുക്ക് 4 ആണെന്ന് നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയായിരുന്നു അല്ലെ. ഈ 2 നമ്പേഴ്സിന്റെയും ഡയഗണൽ സംസ് ഒക്കെ നമ്മൾ എടുത്തു, എന്നിട്ട് ഡിഫറൻസ് കണ്ടുപിടിച്ചപ്പോൾ 4 എന്ന് നമുക്ക് കിട്ടിയായിരുന്നു അല്ലെ. പക്ഷേ ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? ഓൾജിബ്രിക്കലി അത് പ്രൂവ് ചെയ്തു. എക്സിനെയും വൈനെയും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഡിഫറൻസ് എന്ന് പറയുന്നത് 4 ആണെന്ന് കാണിച്ചു. ഓക്കെ, ഇനി നമുക്ക് തേർഡ് പാർട്ട് ഒന്ന് നോക്കാം. വാട്ട് ഇഫ് വി ടേക്ക് എ സ്ക്വയർ ഓഫ് 16 നമ്പേഴ്സ്? എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നേ? നമ്മൾ ആദ്യം തന്നെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ നിന്നും 4 നമ്പേഴ്സ് വരുന്ന ഒരു സ്ക്വയർ എടുത്തല്ലേ. പിന്നീട് നമ്മൾ എന്താ ചെയ്തത്? 9 നമ്പേഴ്സ് വരുന്ന സ്ക്വയർ എടുത്ത് നോക്കി. ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് 16 നമ്പേഴ്സ് വരുന്ന സ്ക്വയർ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഡിഫറൻസ്? അതൊന്ന് നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് മിസ് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എടുത്തിട്ടുണ്ട്. ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ നമുക്ക് എന്താ വേണ്ടേ? 16 നമ്പേഴ്സ് വരുന്ന രീതിയിൽ ഒരു സ്ക്വയർ ചൂസ് ചെയ്യണം. അപ്പൊ ഏതെങ്കിലും ഒരു സ്ക്വയർ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പൊ മിസ് എടുക്കുന്നത് ഈ ഒരു സ്ക്വയർ ആണ്. ഇനി ഇങ്ങനെ ഒരു സ്ക്വയർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് എന്താണ്? ഇവരുടെ 4 കോർണറും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ആരൊക്കെയാണ്? 4 ഉണ്ട്, അതുപോലെ 10 ഉണ്ട്, 10 വീണ്ടും 25 അല്ലെ. അപ്പൊ ഇവര് 4 പേരുമാണ് കോർണറിൽ വരുന്ന നമ്പേഴ്സ്. ഇനി എന്താ ചെയ്യുന്നത്? ഇവരില്
ഡയഗണൽ സംസ് ആണ് നമ്മൾ എടുക്കുന്നത് അല്ലെ. അതായത് 4ഉം 25ഉം ആഡ് ചെയ്യുക, 10ഉം ആഡ് ചെയ്യുക. ഓക്കെ, നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. 4 + 25 ആദ്യം ചെയ്ത് നോക്കാം. 4 + 25 ചെയ്യുമ്പോഴേക്കും നമുക്ക് എത്രയാ വരുന്നത്? 29 ആണ് വരുന്നത് അല്ലേ. ഇനി ഈ രണ്ട് ഡയഗണൽസ് നമ്മൾ ആഡ് ചെയ്ത് നോക്കിക്കേ, എത്ര വരും? 10 + 10 = 20 നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഡയഗണൽ സംസ് ഏതൊക്കെയാണ് നമുക്ക് കിട്ടിയത്? 29 എന്നും കിട്ടി, 20 എന്നും കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവരുടെ ഡിഫറൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പൊ ഡയഗണൽ സംസിന്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 29 - 20 എന്ന് വരും. ഓക്കെ, 29ൽ നിന്നും 20 മൈനസ് ചെയ്താൽ എത്രയായിരിക്കും വരുന്നത്? 9 ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? ആദ്യം തന്നെ നമ്മൾ ഡയഗണൽ സം കണ്ടുപിടിച്ചു, പിന്നീട് നമ്മൾ അവരുടെ ഡിഫറൻസ് കണ്ടുപിടിച്ചു. അപ്പൊ എത്രയാണ് ഡിഫറൻസ് ആയിട്ട് കിട്ടിയത്? 9 ആണ് ഡിഫറൻസ് ആയിട്ട് കിട്ടിയത്. അപ്പോൾ 16 നമ്പേഴ്സ് വരുന്ന രീതിയിൽ ഒരു സ്ക്വയർ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ നിന്നും ചൂസ് ചെയ്യുവാണെങ്കിൽ അവിടെ ഡയഗണൽ സംസിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എപ്പോഴും ആരായിരിക്കും? 9 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് ഓൾജിബ്ര വെച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, ഓൾജിബ്ര വെച്ച് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം തന്നെ 16 നമ്പേഴ്സ് വരുന്ന സ്ക്വയർ എടുത്ത് അല്ലെ, എക്സിന്റെ ഫോമിലേക്ക് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് എഴുതുന്നതെന്ന് മിസ് പറഞ്ഞു തന്നായിരുന്നു. റൈറ്റിലേക്ക് പോകുമ്പോൾ വൈയിലാണ് ചേഞ്ച് വരുന്നത്, 1 വെച്ച് ആഡ് ചെയ്ത് പോവുക. താഴേക്ക് പോരുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നത്? എക്സിലാണ് ചേഞ്ച് വരുന്നത് അല്ലെ. എക്സ് 1 + 1 വെച്ച് ആഡ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്? കോർണറിൽ വരുന്ന നമ്പേഴ്സിനെ മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ കോർണറിൽ വരുന്നത് ഇവർ 4 പേരുമാണ്. ഇനി എന്ത് ചെയ്യണം? ഡയഗണൽ നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കണം അല്ലെ. അതായത് XYയും X+3യും Y+3 അല്ലെ, ഇവർ തമ്മിൽ നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, നമുക്ക് എന്താ കിട്ടുന്നതെന്ന് നോക്കാം. XY + X+3 × Y+3 ഇത് ചെയ്യുമ്പോൾ എന്താ വരുന്നത് നോക്കിക്കേ. XY അവിടെ ഉണ്ട്, XYനെ നമ്മൾ അതുപോലെ തന്നെ എഴുതി. ഇനി അടുത്ത ആരാ ഉള്ളത്? ഈ രണ്ട് ടേംസ് ആണല്ലേ. ഇവരെ നമുക്ക് എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എക്സിനെ y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് വരും? XY എന്ന് കിട്ടും. ഇനി x × 3 ചെയ്യാം. അപ്പൊ എത്ര വരും? 3x വരും. ഇനി 3 × y ചെയ്യാം. അപ്പൊ എന്ത് വരും? 3y എന്ന് വരും. 3 × 3 ചെയ്യുമ്പോൾ +9 എന്നും നമുക്ക് കിട്ടും. ഇനി ഇവിടെ XY രണ്ടെണ്ണം ഉണ്ട്. സോ നമുക്കതിനെ 2xy എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, 2xy + 3x + 3y + 9 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി അടുത്ത ഡയഗണലിന്റെ സമ്മാണ് നമുക്ക് വേണ്ടത് അല്ലേ. അതായത് x × y+3യും x+3 × y യും. നോക്കുക, x × y+3 + x+3 × y ചെയ്യുമ്പോൾ എന്താ വരുന്നത്? x × y xy + x × 3 3x + x × y xy 3 × y + 3y. ഓക്കെ, അപ്പൊ നമ്മൾ ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്തു. ടേംസിനെ നമുക്ക് ഇങ്ങനെ കിട്ടി. നോക്കാം, ഇവിടെ ഒരു xy ഉണ്ട്, ഇവിടെയും ഒരു xy ഉണ്ട്. സോ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? 2xy എന്ന് എഴുതാം +3x + 3y. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് സമ്മ് കിട്ടിയല്ലേ. ഈ രണ്ട് സംസിന്റെയും വ്യത്യാസം അല്ലെങ്കിൽ ഡിഫറൻസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ നോക്കാം, 2xy + 3x + 3y ഇവിടെയും ഉണ്ട്, 2xy + 3x + 3y ഇവിടെയും ഉണ്ട് അല്ലെ. അപ്പൊ ഇവരിൽ കൂടുതലായിട്ട് കിടക്കുന്നത് ഈ 9 എന്ന് പറഞ്ഞ ആളാണ്. ഓക്കെ, അപ്പൊ ഇവരെ തമ്മിൽ നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ, അതായത് ഈ ഒരു ഫസ്റ്റ് ടേമിൽ നിന്നും ഈ സെക്കൻഡ് ടേം നമ്മൾ മൈനസ് ചെയ്ത് കഴിയുമ്പോൾ, കുറച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നേ? ബാക്കി ആരായിരിക്കും ഉണ്ടാവുന്നത്? 9 ആയിരിക്കും ഉണ്ടാവുന്നത്. കാരണം എന്തുകൊണ്ടാണ്? 2xy + 3x + 3y + 9ൽ നിന്നും നമ്മൾ എന്താ മൈനസ് ചെയ്യാൻ പോകുന്നേ? 2xy + 3x + 3y. അതായത് ഇത്രയും പോർഷൻ ആണ് നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ബാക്കി ആരാ ഉള്ളത്? അവിടെ 9 ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് എത്രയാണെന്ന് കിട്ടി? 9 ആണ് എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ 9 ആണ് എന്ന് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു.
ഇതിപ്പോൾ നമ്മൾ ഓൾജിബ്രിക്കലിയും അത് പ്രൂവ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ലുക്ക് അറ്റ് ദീസ്. ഇവിടെ ഒരു പാറ്റേൺ ആണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ? എന്താണ് പാറ്റേണിൽ പറഞ്ഞിരിക്കുന്നത്? 1 into 4 equal to 2 into 3 minus 2, 2 into 5 is equal to 3 into 4 minus 2, 3 into 6 is equal to 4 into 5 minus 2. ഇങ്ങനെയാണ് നമ്മുടെ പാറ്റേൺ പോയിരിക്കുന്നത്. ഇവിടെ ഈ പാറ്റേണിൽ നോക്കുകയാണെങ്കിൽ ഒരാള് എല്ലായിടത്തും വന്നിട്ടുണ്ട് അല്ലെ? കോമൺ ആയിട്ട് എല്ലായിടത്തും ഒരാളെ നമുക്ക് കാണാൻ പറ്റും. ആരാണ്? -2 ആണ് അല്ലെ? -2 എല്ലാ ടേംസിന്റെ കൂടെയും വന്നിട്ടുണ്ട് അല്ലെ? ഇനി നമ്മുടെ ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് ഇതാണ്, റൈറ്റ് ദ നെക്സ്റ്റ് 2 lines in this pattern. എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ പാറ്റേണിന്റെ അടുത്ത 2 ലൈൻസ് നമ്മളോട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് പാർട്ട് തന്നെ ആദ്യം നോക്കാം. ഇവിടെ പാറ്റേൺ മിസ് എടുത്ത് എഴുതിയിട്ടുണ്ട്. നോക്കാം. 1 into 4 is equal to 2 into 3 minus 2, 2 into 5 is equal to 3 into 4 minus 2. അപ്പൊ അങ്ങനെ പാറ്റേൺ എടുത്ത് എഴുതി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത 2 ലൈൻസ് ആണ് എഴുതേണ്ടത് അല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ലെഫ്റ്റ് സൈഡ് ആണ് ആദ്യം നോക്കാൻ പോകുന്നത്. ലെഫ്റ്റ് സൈഡിൽ ആദ്യത്തെ ടേംസ് ഒന്ന് നോക്കിക്കേ. 1, 2, 3, 4 ആ ഒരു ഓർഡറിലാണല്ലേ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്തത് ആരായിരിക്കും? 4 കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 ആണ് അല്ലെ? അടുത്തത് ആരായിരിക്കും? 6 ആണ് അല്ലെ? ഇനി ഇവിടെ എല്ലായിടത്തും മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട് അല്ലെ? ഇൻറ്റു ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇൻറ്റു 2 കൊടുത്തു. ഇനി സെക്കൻഡ് ടേം നോക്കുവാണെങ്കിൽ 4, 5, 6, 7 ആ ഒരു ഓർഡറിലാണ് പോയിരിക്കുന്നത്. അപ്പൊ 7 കഴിഞ്ഞിട്ട് ആരായിരിക്കും? 8 ആയിരിക്കും. 8 കഴിഞ്ഞിട്ട് 9 ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡ് എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് റൈറ്റ് സൈഡ് നോക്കണം. അപ്പൊ ഇവിടെ ഈക്വൽ ടു ഉണ്ട്. ഇനി റൈറ്റ് സൈഡ് നോക്കുവാണെങ്കിൽ 2, 3, 4, 5 ആ ഒരു ഓർഡറിലാണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ 5 കഴിഞ്ഞ് കഴിഞ്ഞാൽ 6 വരും. പിന്നെ ഇവിടെ 7 വരും. രണ്ടിടത്തും ഇൻറ്റു ഉണ്ട്, നമ്മൾ കൊടുത്തു. ഇനി ഇവിടെ നോക്കുവാണെങ്കിൽ 3, 4, 5, 6 അടുത്തത് 7 വരും, അടുത്തത് 8 വരും അല്ലെ? ആ ഒരു ഓർഡറിലാണ് പോയിരിക്കുന്നത്. പിന്നെ -2 എല്ലായിടത്തും ഉള്ള ആളാണ്. അപ്പൊ നമ്മൾ -2 ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? ഈ നമ്മുടെ പാറ്റേണിന്റെ അടുത്ത 2 ലൈൻസ് നമ്മൾ എഴുതി അല്ലെ? അത് പക്ഷെ നമ്മൾ ഒരു ഓർഡർ വെച്ചിട്ട് വെറുതെ ഒന്ന് എഴുതി കൊടുത്തതാണ് അല്ലെ? 1, 2, 3, 4, 5, 6 അതുകൊണ്ട് അങ്ങനെ ആയിരിക്കും, ആ ഒരു ഓർഡറിലായിരിക്കും വരുന്നത് എന്നുള്ള രീതിയിലാണ് നമ്മളിത് ഫിൽ ചെയ്തത്. പക്ഷേ ഇതിനൊരു മറ്റൊരു രീതിയുണ്ട്. ഈ പാറ്റേൺ എങ്ങനെയാണ് വന്നത് എന്നുള്ളത് വേറൊരു രീതിയിൽ ഇവർ പറയുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെക്കൻഡ് പാർട്ട് നോക്കണം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിരുന്നത് ഈ പാറ്റേണിന്റെ നെക്സ്റ്റ് 2 ലൈൻസ് എഴുതാനായിരുന്നു. അത് നമ്മൾ എഴുതി, 2 ലൈൻസ് നമ്മൾ എഴുതി. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ട് നോക്കാം. അപ്പം ഇനി നമുക്ക് സെക്കൻഡ് പാർട്ടാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇഫ് വി ടേക്ക് 4 consecutive natural numbers, what is the relation between the products of the first and last and the product of the middle two? എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ എടുക്കുകയാണ്. എന്ന് വെച്ചാൽ എന്താണ്? അടുത്തടുത്ത് വരുന്ന 4 എണ്ണൽ സംഖ്യകൾ. ഓക്കെ, 4 നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ എടുക്കുന്നു. ഇനി ഇവർ ചോദിച്ചിരിക്കുന്ന ഇതാണ്, ഈ 4 നമ്പേഴ്സിൽ ആദ്യത്തെയും അവസാനത്തെയും നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എടുക്കുകയാണ്. അതുപോലെ നടുവിലുള്ള 2 നമ്പേഴ്സിന്റെയും പ്രോഡക്റ്റ് എടുക്കുന്നു. ഈ പ്രോഡക്ട്സ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ, ബന്ധമുണ്ടോ എന്നതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എടുത്തു നോക്കാം. ഓക്കെ, അടുത്തടുത്ത് വരുന്ന 4 നമ്പേഴ്സ്, ഓക്കെ, നാച്ചുറൽ നമ്പേഴ്സ് എടുത്തു നോക്കാം. ഓക്കെ, അപ്പൊ ഏറ്റവും എളുപ്പത്തിന് മിസ് 1, 2, 3, 4 എടുക്കുകയാണ് അല്ലെ? 4 നമ്പേഴ്സ് ആണ്, അടുത്തടുത്ത് വരുന്ന 4 നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എടുത്തു. ഇനി ഇവരെന്താ പറഞ്ഞിരിക്കുന്നത്? ആദ്യത്തെയും അവസാനത്തെയും നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആണ് വേണ്ടത് അല്ലെ? ഇവിടെ ആദ്യം കിടക്കുന്ന ആരാണ്? 1 ആണ് അല്ലെ? അവസാനം വരുന്നത് ആരാണ്? 4 ആണ്. അപ്പൊ ഇവർ 2 പേരുടെയും പ്രോഡക്റ്റ് ആണ് നമുക്ക് വേണ്ടത്. ദാറ്റ് മീൻസ് 1 into 4 is equal to നമുക്കറിയാം എത്രയാണ്? 4 തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? നടുവിലുള്ള
രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എത്രയാണ്. ഓക്കെ, നടുവിലുള്ള രണ്ട് നമ്പേഴ്സിന് നമ്മൾ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുന്നു. ആരൊക്കെയാണ്? 2ഉം 3യും ആണ് അവരുടെ പ്രോഡക്റ്റ് എടുക്കുക അല്ലെ. അപ്പൊ 2 × 3 എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 6 ആണ് അല്ലെ. അപ്പോ ആദ്യത്തെയും അവസാനത്തെയും നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എടുത്തപ്പോൾ 4 എന്നും നടുവിലെ നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എടുത്തപ്പോൾ 6 എന്നും നമുക്ക് കിട്ടി. ഇനി ഇവർ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ അതറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ്, വ്യത്യാസം ഒന്ന് കണ്ടു നോക്കാൻ പോവാണ്. അപ്പൊ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 6 - 4 = 2 ആണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ചെയ്തത് എന്താണ്? 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എടുത്തു, അവരിൽ എൻഡിലുള്ളവരെ തമ്മിൽ പ്രോഡക്റ്റ് കണ്ടുപിടിച്ചു, നടുവിലുള്ളവരെ തമ്മിൽ പ്രോഡക്റ്റ് കണ്ടുപിടിച്ചു. ഈ രണ്ട് പ്രോഡക്ട്സിന്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആണെന്ന് കിട്ടി. ഇത് എപ്പോഴും 2 തന്നെ ആയിരിക്കോ? നമുക്കിനി വേറെ 4 നാച്ചുറൽ നമ്പേഴ്സ് എടുത്തു നോക്കാം. ഇപ്പൊ മിസ് ഇവിടെ 5, 6, 7, 8 എടുക്കുവാണ്. അപ്പൊ ഇവര് 4 കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആണ്, അടുത്തടുത്ത് വരുന്ന 4 നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഇനി നമുക്ക് എന്താ വേണ്ടേ? ഇവരില് എൻഡിലുള്ളവരുടെ പ്രോഡക്റ്റ് വേണം അല്ലെ. അതായത് 5 × 8 = എത്രയാണ്? 5 × 8 എന്ന് പറയുന്നത് 40 ആണ് അല്ലെ. ഇപ്പൊ 40 എന്ന് എഴുതി. ഇനി നടുവിലുള്ളവരുടെ പ്രോഡക്റ്റ് വേണം. ദാറ്റ് ഈസ് 6 × 7 = 42. ഇനി ഇവരുടെയും ഡിഫറൻസ് ഒന്ന് എടുത്ത് നോക്കിക്കേ. എന്താ വരുന്നത്? 42 - 40 = 2 എന്ന് നമുക്ക് കിട്ടി. കണ്ടോ? അപ്പോൾ ഇങ്ങനെ ഏത് നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ 4 എണ്ണം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും, കോൺസിക്യൂട്ടീവ് ആയിരിക്കണം കേട്ടോ, എടുത്തു കഴിഞ്ഞാലും ഇവരുടെ പ്രോഡക്റ്റിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 തന്നെ ആയിരിക്കും എപ്പോഴും. ഓക്കെ, അപ്പൊ നമ്മൾ 2 എക്സാമ്പിൾ ചെയ്തു നോക്കി. അപ്പൊ ഇനി നിങ്ങൾ ചെയ്തു നോക്കാം. എത്ര എക്സാമ്പിൾ ചെയ്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് എന്തിനെ കിട്ടാൻ പോകുന്നത്? 2 തന്നെ ആയിരിക്കും എപ്പോഴും ഡിഫറൻസ് ആയിട്ട് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? 4 നാച്ചുറൽ നമ്പേഴ്സ്, അടുത്തടുത്ത് വരുന്ന 4 എണ്ണൽ സംഖ്യകൾ എടുത്താൽ നടുവിലുള്ള നമ്പേഴ്സിന്റെ പ്രോഡക്റ്റിൽ നിന്നും, ഓക്കെ, പ്രോഡക്റ്റിൽ നിന്നും നടുവിലുള്ള നമ്പേഴ്സിന്റെ പ്രോഡക്റ്റിൽ നിന്നും 2 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, 2 കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? അറ്റത്തുള്ളവരുടെ പ്രോഡക്റ്റ് കിട്ടും അല്ലെ. അതല്ലേ ഇവിടെ നിന്നും മനസ്സിലാവുന്നത് അല്ലെ. അറ്റത്തുള്ളവരുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 40 ആയിരുന്നു അല്ലെ. നടുക്കുള്ളവരുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 42 ആയിരുന്നു. അപ്പൊ എന്താ ഇവിടെ നിന്ന് മനസ്സിലാവുന്നത്? നടുവിലുള്ളവരുടെ പ്രോഡക്റ്റിൽ നിന്നും 42-ൽ നിന്നും 2 മൈനസ് ചെയ്താൽ നമുക്ക് ആരെ കിട്ടും? അറ്റത്തുള്ള 2 പേരുടെയും പ്രോഡക്റ്റ് കിട്ടും. ദാറ്റ് മീൻസ് 40 കിട്ടും. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ ഈ പാറ്റേണിന്റെ ഒരു സബ് ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ. നമ്മുടെ സെക്കൻഡ് പാർട്ടായിരുന്നു നമ്മൾ കണ്ടത്. അപ്പൊ ഇത് പാറ്റേൺ ആയിട്ട് എന്തോ ഒരു ബന്ധം ഇതിനുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമ്മുടെ പാറ്റേൺ ഇതായിരുന്നു അല്ലെ. ഇവിടെ പാറ്റേണിൽ നോക്കിക്കേ, 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട് അല്ലെ. അപ്പൊ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 4 നാച്ചുറൽ നമ്പേഴ്സ് ഇവിടെ ഉണ്ട്. ആരൊക്കെയാണ്? 1, 2, 3, 4. നമ്മൾ ഫസ്റ്റ് ലൈൻ ആണ് എടുക്കുന്നത്. ഓക്കെ, ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താണ്? 1 × 4 ആണ് ചെയ്തിരിക്കുന്നത് അല്ലെ. അതായത് നമ്മളിപ്പോ പറഞ്ഞ പോലെ ആദ്യത്തെയും അവസാനത്തെയും ആൾക്കാരുടെ പ്രോഡക്റ്റ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ ചെയ്തിരിക്കുന്നത് നോക്കിക്കേ, 2 × 3, അതായത് നടുക്കുള്ളവരുടെ പ്രോഡക്റ്റ് എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും 2 മൈനസ് ചെയ്തു. ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ. നമുക്ക് ആദ്യത്തെയും അവസാനത്തെയും ആൾക്കാരുടെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കാനായിട്ട് നടുവിലുള്ളവരുടെ പ്രോഡക്റ്റിൽ നിന്നും 2 മൈനസ് ചെയ്താൽ മതി, 2 കുറച്ചാൽ മതി എന്ന് നമ്മളിപ്പോ പറഞ്ഞല്ലേ. ആ സെയിം മെത്തേഡിലാണ് എന്ത് വന്നിരിക്കുന്നത്? ഈ പാറ്റേൺ വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് തേർഡ് പാർട്ട് ഒന്ന് നോക്കാം. തേർഡ് പാർട്ടിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? റൈറ്റ് ദിസ് ആസ് എ ജനറൽ പ്രിൻസിപ്പിൾ ഇൻ ഓൾജിബ്ര ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ ഈ കാര്യത്തെ ഓൾജിബ്രയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ബീജഗണിത രൂപത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യണം നമുക്ക്. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണ്? ഓൾജിബ്ര നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? നമ്പേഴ്സിനെ എക്സിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഓൾജിബ്ര
ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എടുക്കുന്ന കാര്യമാണ് അല്ലേ. അടുത്തടുത്ത് വരുന്ന 4 എണ്ണൽ സംഖ്യകൾ എടുക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അതില് ആദ്യത്തെ നമ്പർ മിസ് എക്സ് ആണെന്ന് എടുക്കുവാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എക്സിന്റെ തൊട്ടടുത്ത് വരുന്ന നമ്പർ ആരായിരിക്കും? നമുക്കറിയാലോ 1ന്റെ അടുത്ത് വരുന്ന ആരാണ്? 2 ആണല്ലേ. 2ന്റെ അടുത്ത് വരുന്ന ആരാണ്? 3 ആണ്. ഇതെങ്ങനെയാ നമുക്ക് കിട്ടിയത്? 1നോട് കൂടി 1 ആഡ് ചെയ്യുമ്പോഴാണ് 2 കിട്ടുന്നത്. 2നോട് കൂടി 1 ആഡ് ചെയ്യുമ്പോഴാണ് 3 കിട്ടുന്നത്. 3നോട് കൂടി 1 ആഡ് ചെയ്യുമ്പോഴാണ് 4 കിട്ടുന്നത്. അപ്പോ അടുത്തുള്ള നമ്പർ കിട്ടാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? 1 ആണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എക്സ് ആണ് ആദ്യത്തെ നമ്പർ എങ്കിൽ എക്സിന്റെ തൊട്ടടുത്ത നമ്പർ ആരായിരിക്കും? എക്സ് പ്ലസ് 1 ആയിരിക്കും. ഇനി ഇതിന്റെ അടുത്തുള്ള നമ്പർ ആരായിരിക്കും? എക്സ് പ്ലസ് 2 ആയിരിക്കും അല്ലെ. ഇതിനോട് കൂടി നമ്മൾ 1 ആഡ് ചെയ്തു. ഇനി എക്സ് പ്ലസ് 2ന്റെ അടുത്ത് കിടക്കുന്ന ആരായിരിക്കും? എക്സ് പ്ലസ് 3 ആയിരിക്കും. അപ്പൊ നമുക്ക് 4 നമ്പേഴ്സ് കിട്ടി, അടുത്തടുത്ത് വരുന്ന 4 നമ്പേഴ്സ്. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആദ്യത്തെയും അവസാനത്തെയും ആൾക്കാരുടെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ നമുക്ക് ചെയ്തു നോക്കാം. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 3 ചെയ്തു നോക്കാം. അപ്പൊ എന്താ വരുന്നത്? എക്സ് ഇൻറ്റു എക്സ്, ദാറ്റ് മീൻസ് എക്സ് സ്ക്വയർ. ഇനി എന്ത് ചെയ്യണം? എക്സിന് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് വരും? 3x എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോ ആദ്യത്തെയും അവസാനത്തെയും ആൾക്കാരുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 3x ആണ് എന്ന് നമുക്ക് കിട്ടി അല്ലെ. ഇനി നമുക്ക് കാണിക്കേണ്ടത് എന്താണ്? നടുവിലുള്ളവരുടെ പ്രോഡക്റ്റിൽ നിന്നും നടുവിലുള്ളവരുടെ പ്രോഡക്റ്റിൽ നിന്നും 2 മൈനസ് ചെയ്യുമ്പോഴാണ് ഇവരെ നമുക്ക് കിട്ടുന്നത് എന്ന് കാണിക്കണം അല്ലെ. അപ്പൊ നടുവിലുള്ളവരുടെ പ്രോഡക്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. അതായത് എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 ചെയ്യുമ്പോൾ എന്താ വരുന്നത്? ആദ്യം നമ്മൾ എക്സിനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എക്സ് സ്ക്വയർ നമുക്ക് കിട്ടും. പ്ലസ് ഇനി എക്സിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2x എന്ന് കിട്ടും. ഇനി 1 ഇൻറ്റു എക്സ്, 1 ഇൻറ്റു എക്സ് എത്രയാണ്? എക്സ് ആണ്. പ്ലസ് ഇനി 1നെ എന്ത് ചെയ്യുക? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. ദിസ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ്, ഇവിടെ 2xും 1xും ഉണ്ട് അല്ലേ. 2xും 1xും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എത്രയായിരിക്കും കിട്ടുന്നത്? 3x കിട്ടും അല്ലെ. 3x നമുക്ക് കിട്ടും. ഓക്കെ, 3x പ്ലസ് 2. ഓക്കെ, അപ്പോ നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? നടുവിലുള്ളവരുടെ പ്രോഡക്റ്റിൽ നിന്നും 2 മൈനസ് ചെയ്യാൻ പോവാണ് അല്ലെ. അപ്പോ നടുവിലുള്ളവരുടെ പ്രോഡക്റ്റ് ആണ് ഇത് നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലെ. ഇതിൽ നിന്നും 2നെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയായിരിക്കും കിട്ടുന്നത്? ഓക്കെ, ഇവരിൽ നിന്നും 2നെ നമ്മൾ മൈനസ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് 3x അല്ലേ കിട്ടാൻ പോകുന്നേ അല്ലെ. 2നെ നമ്മൾ മൈനസ് ചെയ്തു. 2നെ മൈനസ് ചെയ്ത് കഴിയുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 3x നമുക്ക് കിട്ടും. ഈ എക്സ് സ്ക്വയർ പ്ലസ് 3x അല്ലേ ഈ ആദ്യത്തെയും അവസാനത്തെയും ആൾക്കാരുടെ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതായിരുന്നു നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരുന്നത് അല്ലെ. ആദ്യത്തെയും അവസാനത്തെയും ആൾക്കാരുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നടുവിലുള്ളവരുടെ പ്രോഡക്റ്റിൽ നിന്നും 2 മൈനസ് ചെയ്യുന്നതിനോട് ഈക്വൽ ആണ്. ഓക്കെ, നമ്മൾ ഓൾജിബ്ര വെച്ചിട്ട് അത് പ്രൂവ് ചെയ്ത് കാണിച്ചു. ഓക്കെ.